ഹലോ. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒന്ന് ബീച്ചിൽ പോയതാണേ. അപ്പോൾ ഞങ്ങളൊരു 30 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അത്രയും മേലായിട്ടുണ്ടാവണം ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ 2 പേരും കൂടെ വന്ന് ചേർന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന അടയാണേ. അപ്പോൾ എല്ലാവരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒരു എന്തെങ്കിലും സാധനം വീട്ടിൽ നിന്ന് കഴിക്കാൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമില്ലേ. നമ്മൾ ചിലപ്പോൾ അത് വീട്ടിൽ കഴിക്കുകയേ ഉണ്ടാവില്ല, പക്ഷേ അത് പുറത്ത് ഇവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതൊരു ഭയങ്കര ഫീലാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ആടയൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റീലൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ സാധാരണ ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിലാണ് കൂടാറുള്ളത്. ഈ പ്രാവശ്യം ഞങ്ങൾ ബീച്ചിൽ കൂടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരാൾ 6 ഗിഫ്റ്റ് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതാണ് ഞാനൊരു വീഡിയോയിൽ നെയിൽ പോളിഷ് വാങ്ങിയത് കാണിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് പിന്നൊരു ദിവസം പറയാമെന്ന്. അത് ഇവർക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നെയിൽ പോളിഷാണ് ഞാൻ കൊടുത്തത്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൈമാറാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വന്ന്. ആ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലും, മിഠായി ആണെങ്കിൽ പോലും, അതൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ലായിരുന്നു കേട്ടോ. ഓരോ ഗിഫ്റ്റും വെക്കാൻ നോക്കിയിരിക്കും അത് എടുക്കാനായിട്ട്, അതിൽ ഏറ്റവും നല്ലത് നോക്കി എടുക്കാനായിട്ട്. അങ്ങനെ കുട്ടിത്തം വിടാതെയുള്ള കളികളും ചിരികളും ഒക്കെ ആയിട്ട് കുറേ സമയം, ചില സമയങ്ങളിൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു നല്ല മൊമെൻറ്റ്സാണ്. ഭയങ്കര ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ കുറച്ച് സമയം മാത്രമാണ് നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റാറുള്ളത്. അപ്പോൾ കുറേ സമയം ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. ഇതൊക്കെ എപ്പോഴും ഉള്ള പരിപാടികളാട്ടോ. കൂടെ കാണുമ്പോഴൊക്കെ ഒരു ഫോട്ടോ എടുക്കൽ, പിന്നെ എപ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് ഇതൊക്കെ ഓർമ്മയിൽ പുതുക്കിയെടുക്കും. അതൊരു ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പിന്നെ കുറേ സമയം കാറ്റാടികളൊക്കെ നിറച്ചുണ്ട് കേട്ടോ ഇവിടെ. അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നു. അങ്ങനെ കറങ്ങി നടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പാട്ട് ക്ലാസ്മേറ്റ്സിലാണ് കേട്ടോ. കാറ്റാടിത്തണലും ആ പാട്ടില്ലേ, അത് തന്നെ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചായയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഇവരുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കത്തിയാണ് എല്ലാവരും കൂടെ. കുറേ നാൾക്ക് ശേഷമല്ലേ കാണുന്നത് ഒരുമിച്ച്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കുറേ തമാശകളും കുറേ പൊട്ടത്തരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് ഉണ്ടാവുക. ഇനി കാണുന്നിടം വരെ ഉണ്ടാകുന്ന കുറേയധികം മെമ്മറീസ് ഇപ്പോഴാണ് കിട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറച്ച് നേരം കടലിലൊക്കെ ഇറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇനി പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ സെൽഫി എടുക്കലാണ്. ഓരോരുത്തരായിട്ടൊക്കെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് കേട്ടോ. ഇനി പോകേണ്ട സമയം എന്ന് പറയുന്നത് ഭയങ്കര ഫീലാണ്. ഇത്രയും നേരം ഒരുമിച്ചുണ്ടായിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കാറിലാണ് പോയത്. ഞാനും പിന്നെ ഒരു കൂട്ടുകാരിയും എൻ്റെ മോളും കൂടെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോന്നു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം തന്ന ദൈവത്തിനും ഭയങ്കര നന്ദി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള സമയം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഗിഫ്റ്റുകളൊക്കെ. അപ്പോൾ മോള് ദേ കിട്ടിയതിൽ ഇതെൻ്റെയാണെന്ന് പറഞ്ഞ് എടുത്ത് പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റാ.